നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പദ്ധതി പ്രഖ്യാപനം ഉണ്ടായാൽ അത് നടപ്പിലാക്കി വിജയിപ്പിക്കുക എന്നത് ഏതൊരു സർക്കാരിന്റെയും സ്വപ്നമാണ്. എന്നാൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പദ്ധതി തയ്യാറാക്കുന്ന UDF സർക്കാരിന് ചിലയിടങ്ങളിൽ വലിയ പിഴവ് സംഭവിച്ചു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചില വീഡിയോകൾ പുറത്തു വന്നതോടെ ഉയർന്ന ഒരു ചോദ്യമാണ് ഇത്. അതായത്, നിലവിൽ കേരളത്തിൽ വളരെ കുറവ് ഓർഡിനറി ബസ്സുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കവെയാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓർഡിനറി ബസ്സുകൾക്ക് പേര് മാറ്റി സിറ്റി ബസ്സുകൾ എന്നാക്കി മാറ്റുകയും ബസ്സിന്റെ എണ്ണത്തിൽ വീണ്ടും കുറവ് വരുത്തുന്ന രീതിയിൽ ചില തിരിമറികൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വന്നു തുടങ്ങി. അതായത്, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് സർക്കാർ എന്നുള്ള ആക്ഷേപം. എന്നാൽ എന്താണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സംഭവം വിവാദമായതോടെ, വൈറലായതോടെ ഇതിനൊരു മറുപടിയുമായിട്ട് KSRTC തന്നെ രംഗത്തെത്തുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപായിട്ട് തലേ ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭ്യമല്ലാത്ത സിറ്റി ഫാസ്റ്റ് ബസ്സുകളുടെ സ്റ്റിക്കർ പതിപ്പിച്ചു എന്നുള്ള ആക്ഷേപത്തിന് മറുപടിയുമായിട്ടാണ് തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിലെ പരിസരങ്ങളിലെയും ഒക്കെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വീഡിയോയ്ക്ക് മറുപടിയുമായിട്ട് ഇപ്പോൾ KSRTC രംഗത്തെത്തിയിരിക്കുന്നത്. KSRTC സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സിറ്റി ഫാസ്റ്റ് സർവീസിൽ ഇത് ലഭ്യമാകില്ല എന്നും അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഇത് സിറ്റി ഫാസ്റ്റ് ആണ്, ഓർഡിനറി അല്ല എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകമായി തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സ്റ്റിക്കർ പ്രത്യേകം പതിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ KSRTCയുടെ വിശദീകരണം. സിറ്റി ഡിപ്പോയിൽ 34 ഓർഡിനറി ബസ്സുകളാണ് നിലവിലുള്ളത്. ഇതിൽ 32 ഇലക്ട്രിക് ബസ്സും 2 ഡീസൽ ബസ്സുകളുമുണ്ട്. ഇവയിലെല്ലാം പെയിന്റ് ഉപയോഗിച്ച് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതുകൂടാതെ 47 സിറ്റി ഫാസ്റ്റ് ബസ് നേരത്തെ മുതൽ സർവീസ് നടത്തുന്നത് അതുപോലെ തന്നെ തുടരുകയാണ് എന്നും അവയിൽ മാത്രമാണ് ഫാസ്റ്റ് സ്റ്റിക്കറുകൾ പതിപ്പിച്ചത് എന്നും സിറ്റി ഡിപ്പോ അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, അതുപോലെ തന്നെ ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, ടൗൺ ടു ടൗൺ ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നീ ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാകുന്നത്. എന്നാൽ ഫാസ്റ്റ് പാസഞ്ചർ, അതുപോലെ തന്നെ സൂപ്പർ ക്ലാസ് ബസ്സുകളിലും തിരുവനന്തപുരം നഗരത്തിലെ സിറ്റി ഫാസ്റ്റിലും സൗജന്യ യാത്ര ലഭ്യമല്ല. ജില്ലയിലെ 687 ഓർഡിനറി ബസ്സുകളിൽ നിലവിൽ തിരുവനന്തപുരം നഗരത്തിലെ 384 സിറ്റി ഫാസ്റ്റ് ബസ്സുകളിൽ കൂടാതെ ജില്ലയിലാകെ 687 ഓർഡിനറി ബസ്സുകളും സർവീസ് നടത്തി വരുന്നുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഓർഡിനറി വിഭാഗം സർവീസുകൾക്ക് മാത്രമാണ് ബാധകമായി വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നില്ല. തിരുവനന്തപുരം നഗരത്തിൽ മാത്രമാണ് ഓർഡിനറി സർവീസുകൾക്ക് പുറമെ സിറ്റി ഫാസ്റ്റ് സർവീസുകൾ വ്യാപകമായി ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. 2022 ഏപ്രിൽ 30 ഏറ്റവും പുതിയ സർക്കാർ നിരക്ക് വിജ്ഞാപന പ്രകാരം സിറ്റി ഫാസ്റ്റ് സർവീസുകൾക്ക് കുറഞ്ഞ നിരക്ക് 12 രൂപയും കിലോമീറ്ററിന് 1.03 രൂപ എന്ന നിരക്കിലുമാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം സിറ്റി ഓർഡിനറി സർവീസുകൾക്ക് കുറഞ്ഞ നിരക്ക് 10 രൂപയും കിലോമീറ്ററിന് 1 രൂപയുമാണ്. എന്തായാലും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ പ്രചരിക്കുമ്പോൾ 2 വിഭാഗം ഉയരുന്നുണ്ട്. അതായത്, ഒന്ന്, ഈ പദ്ധതിയെ തകർക്കാൻ വേണ്ടി ചിലർ ഗൂഢലക്ഷ്യം ഇട്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്ലാൻ എന്നുള്ള തരത്തിലും, മറുവശത്തും ഇതൊരു തെറ്റിദ്ധാരണയാണ്. നിലവിൽ ഏതൊക്കെ ബസ്സിന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് എങ്കിലും നിലവിൽ ഓടുന്ന ബസ്സുകളുടെ കണക്ക് കൃത്യമായി പുറത്തുവിട്ടതിന് ശേഷമാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോഴും മറുവശത്ത് അതിഗംഭീരമായിട്ടുള്ള മുന്നേറ്റം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രിയദർശിനി കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് തമ്പാനൂരിൽ നിന്ന് മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യ സർവീസ് സെക്രട്ടേറിയറ്റ് വളപ്പിലൂടെയൊക്കെ കയറിയിറങ്ങി വലിയൊരു ആഘോഷമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഒരു വനിതാ ഡ്രൈവറും വനിതാ കണ്ടക്ടറും ഒക്കെ തന്നെയാണ് ഈ പല ബസ്സുകളിലും ഉള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സ്ത്രീകൾക്കായിട്ടുള്ള സൗജന്യ യാത്രാ പദ്ധതി, അതിനെ വളയം പിടിക്കാൻ ഒരു സ്ത്രീ തന്നെ ഉണ്ടായി എന്നതും വളരെ അഭിമാനത്തോടെ നിൽക്കുന്നൊരു സമയം. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു സർവീസിന്റെ ചില കാഴ്ചകളിലേക്ക് കൂടെ പോകാം.
ചേച്ചി പെരുമാറുപോനാണ് ചേച്ചി ക്യാരറ്റാ സാറന്മാരോട് ചോദിക്കണം. ചേച്ചി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൗജന്യ യാത്രയിൽ ഒരു സ്ത്രീയാണ് വളയം പിടിക്കുന്നത്, എന്ത് തോന്നുന്നു? സന്തോഷം. വലിയ ആവേശമാണ്. ഈ ഒരു പ്രവൃത്തി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? ചേച്ചിയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? അതൊക്കെ നല്ല രീതിയിൽ പൊക്കോളും, എല്ലാം ശരിയാവും. റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? അത് നമ്മൾ തുടങ്ങണല്ലേ ഉള്ളൂ, അത് കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ, അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ നമുക്കറിയാം പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. സാറെല്ലാം നല്ല രീതിയിൽ നടത്തിക്കോളും. $3125 ബസ്സുകളിലൂടെ അങ്ങനെ ഇന്ദിരാ ഗ്യാരണ്ടി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് UDF. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആദ്യ സർവീസ് നടത്തുന്ന ബസ്സിന് മുൻപിലാണ്. യാത്രക്കാരൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു. ചേച്ചി, യാത്രയ്ക്ക് തുടക്കമാകുകയാണ്, എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഇനി അങ്ങോട്ട് ഫ്രീ ആയിട്ടാണല്ലോ സർവീസ് ഉണ്ടാകുന്നത്, അപ്പോ വലിയ പ്രതീക്ഷയുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇതുവരെ ബുദ്ധിമുട്ടായിരുന്നു യാത്രയൊക്കെ. ഇനി അങ്ങോട്ടുള്ള യാത്ര നല്ല സന്തോഷകരമായിട്ടുള്ള യാത്രയായി. നടപ്പിലാകുമെന്ന് തോന്നിയിരുന്നു. ആദ്യമൊക്കെ പല പ്രഖ്യാപനങ്ങളും വരുമ്പോ അത് നടപ്പിലാകാറുണ്ടായിരുന്നു. നടപ്പിലാകുമെന്ന് തോന്നിയത് போராடு